സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ലൈഫ് പദ്ധതിയിലും കടും വെട്ടുമായി സർക്കാർ. ലൈഫ് മിഷൻ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന 136.89 കോടി രൂപയും സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റി. കടും വെട്ട് ബജറ്റ് വിഹിതത്തിന്റെ 64% വെട്ടിക്കുറച്ചതിന് ശേഷം പദ്ധതിക്കായി ചെലവഴിക്കാനായത് മുൻ സാമ്പത്തിക വർഷം വകയിരുത്തിയതിന്റെ 16% മാത്രം. ജനം ബ്രേക്കിംഗ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വിവിധ വകുപ്പുകളിൽ കൈയിട്ട് വാരുന്ന സർക്കാർ പ്രതിസന്ധിയിലാക്കുന്നത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ കൂടിയാണ്. ലൈഫ് പദ്ധതിയിൽ നടത്തിയ കടുംവെട്ടിന്റെയും കൈയിട്ട് വാരലിന്റെയും തെളിവുകളാണ് ഈ രേഖകൾ. സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന പരിധികളിൽ ലൈഫ് മിഷൻ നടപ്പിലാക്കാൻ ബജറ്റിൽ വകയിരുത്തിയത് 692 കോടി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചത് 64.3%. ബാക്കി 247.36 കോടി മാത്രമാണ് ധനവകുപ്പ് ലൈഫ് മിഷന് കൈമാറിയത്. ഇതിൽ മാർച്ച് 31 വരെ ചെലവഴിച്ചതാകട്ടെ വെറും 110.46 കോടി മാത്രം. ഇനിയാണ് വർഷാവസാനത്തെ സർക്കാരിന്റെ കൈയിട്ടുവാരൽ. ലൈഫ് മിഷന്റെ PSTSB അക്കൗണ്ടിൽ നിന്നും ബാക്കിയുള്ള 136.89 കോടി രൂപയും മാർച്ച് 31 സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റി. ഫലത്തിൽ ലൈഫ് മിഷനായി ആകെ വകയിരുത്തിയ 692 കോടിയുടെ 16% മാത്രമാണ് ചെലവഴിച്ചിരിക്കുന്നത്. 582 കോടിയും സർക്കാർ തിരിച്ചുപിടിച്ചു. കാർഷിക മേഖലയുടെ നവീകരണത്തിനായുള്ള 140 കോടിയുടെ ലോകബാങ്ക് സഹായവും വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും 770 കോടി രൂപയും നേരത്തെ സർക്കാർ തിരിച്ചുപിടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാവപ്പെട്ടവന് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയിലെയും കൈയിട്ടുവാരൽ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.